അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറ്റബോധത്തോടെ തൗബ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ശക്തിയായ സ്നേഹവും സന്തോഷവുമാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ കാണാം. തൗബയെക്കുറിച്ച് വിശദമായി മുമ്പ് നമ്മൾ പല വോയിസുകളിലായി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങിയ ഒരു കൂട്ടം യുവാക്കളെക്കുറിച്ചുള്ള ഒരു ചരിത്ര സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റൗദുർ റയാഹീൻ എന്ന കിതാബിൻ്റെ 232-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു ചരിത്രം. അംബഅദൽ അക്റാദി മിമ്മൻ ഖാന യഖ്തഉ തരീഖ വയൻഹബുൽ അംവാല ഖാൽ. വഴിയിൽ കൊള്ളയടിച്ച് സ്വത്തുക്കൾ കവർന്നെടുക്കുന്ന ഖുർദി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുകയാണ്. ബൈനമാന വജമാഅത്തു മിൻ അസ്ഹാബി ജുലൂസുൻ വഖദ് ഖറജ്നാ ലിഖത്ഇ തരീഖി. ഞാനും എൻ്റെ കൂട്ടുകാരായ ഒരു കൂട്ടം ആളുകളും കൂടി വഴിയിൽ കൊള്ള നടത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയായിരുന്നു. വഴിയിലൂടെ പോകുന്ന കച്ചവടക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി കാട്ടിലൊരു ഭാഗത്ത് തമ്പടിക്കുകയും കച്ചവട സംഘം വരുന്നത് കാണുമ്പോൾ അവരെ ആക്രമിച്ച് സമ്പത്ത് അപഹരിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകളായിരുന്നു അവർ. അവരുടെ നേതാവ് ഖുർദി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവർ ഇരുന്നിരുന്ന സ്ഥലത്ത് 3 ഈത്തപ്പന മരങ്ങളുണ്ടായിരുന്നു. വാഹിദത്തുൻ മിൻഹുന്ന ലൈസ ഫിഹാ സമറത്തുൻ വൈദം ബിഉസ്ഫൂരിൻ യഹ്മിലു റതബത്തൻ മിൻ നഖലത്തിൻ മുസ്മിറത്തിൻ ഇലാ റഅസിൻ നഖലത്തി ലത്തി ലൈസ ഫിഹാ തംറുൻ. ആ മരങ്ങളിൽ ഒന്നിൽ പഴങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുന്ന മരത്തിൽ നിന്ന് ഒരു പഴം കൊത്തിയെടുത്ത് പഴമില്ലാത്ത മരത്തിൻ്റെ മുകളിലേക്ക് ഒരു പക്ഷി പറന്നു പോകുന്നു. ഹത്താ തക്കററ മിൻഹു ദാലിക 10 മറാത്തിൻ വാന അൻദുറു. ആ ഖുർദിബാത്തിൽപ്പെട്ട വ്യക്തി പറയാണ്, ഞാൻ നോക്കുമ്പോൾ ആ പക്ഷി 10 തവണ അങ്ങനെ ആവർത്തിച്ച് പോകുന്നത് കാണാനിടയായി. അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ എന്ന്. ഫസഅയ്തു നഖലത ഫൈദൻ ഫി റഅസിഹ ഹയ്യത്തുൻ ഫാത്തിയത്തുൻ ഫാഹ. അങ്ങനെ ഞാൻ ആ പഴം കായ്ക്കാത്ത ഈത്തപ്പന മരത്തിൽ കയറി അവിടെ എന്താണുള്ളതെന്ന് നോക്കി. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ ഒരു പാമ്പ് വായ തുറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ആ പാമ്പിൻ്റെ വായിലേക്കാണ് പക്ഷി ഓരോ തവണയും ഈത്തപ്പഴം കൊടുന്നു കൊടുത്തിരുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഫബക്കൈതു വഖുൽതു യാ സയ്യിദി ഹാദിഹി ഹയ്യത്തുൻ ഖദ് അമറ നബിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിഹാ ഫലമ്മാ അമൈതഹാ അഖംത ലഹാ ഉസ്ഫൂറൻ യഖൂമു ലഹാ ബിൽ കിഫായ. അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, ഓ എൻ്റെ യജമാനായ തമ്പുരാനെ, കണ്ടാൽ കൊന്നു കളയാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞ ഒരു പാമ്പ്, അതിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അള്ളാഹുവെ നീ ഒരു പക്ഷിയെ ഏർപ്പാട് ചെയ്തു. ആ പക്ഷിയെ ആ പാമ്പിൻ്റെ സംരക്ഷണം നീ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. വാന അബ്ദുക്ക ഒക്കുറുബിയാനക്ക ഇലാഹും വാഹിദുൻ. എന്നാൽ എൻ്റെ അവസ്ഥയോ, ഞാൻ നീ ഏകനായ ഇലാഹാണെന്ന് സമ്മതിച്ച് ഉറപ്പിച്ച് പറയുന്ന നിൻ്റെ അടിമയാണ്. പക്ഷേ എന്നിട്ട് ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ കൊള്ളടിക്കുകയും യാത്രക്കാരെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ കഴിയുന്നത്. വല്ലാത്ത കുറ്റബോധം എനിക്ക് തോന്നി. ഫവഖഅ ഫീ ഖൽബി യാ ഫുലാൻ ബാബി മഫ്തൂഹൻ ലിത്തൗബ ഫകസർതു സൈഫി വദഅതു തുറാബ അലാ റഅസി. എൻ്റെ തൗബയുടെ വാതിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത ഇപ്പോൾ എൻ്റെ കൽബിൽ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ വാളെടുത്ത് തകർത്ത് കളഞ്ഞു. എന്നിട്ട് തലയിൽ മണ്ണ് വാരിയിട്ട് തൗബ ചെയ്യാൻ തുടങ്ങി. തൗബ ചെയ്തതിന് ശേഷം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. ഫഖാലു മാലക്ക അസ്ഹജത്തിന. എന്നെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നിൻ്റെ രൂപം ഞങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഞാൻ സംഭവമെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു. അവസാനം ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മടങ്ങിയെന്നും ഇനി ഒരിക്കലും പഴയ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ലെന്നും ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളും ഇതാ തൗബ ചെയ്ത് മടങ്ങുന്നു. അങ്ങനെ അവരും തൗബ ചെയ്തു. ഫറമേന സിയാബന വസിലാഹന വഹ്റംന വഖസുദ്ന മക്ക. അങ്ങനെ ഞങ്ങളുടെ വസ്ത്രങ്ങളും ആയുധങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി മക്കയെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. ഇഹ്റാമിൻ്റെ വസ്ത്രമല്ലാതെ മറ്റൊന്നും അവരുടെ ഒക്കലുണ്ടായിരുന്നില്ല. അറുപത്തിൽ പശ്ചാത്തപത്തിൻ്റെ മനസ്സുമായി അവർ മക്കയിലേക്ക് യാത്ര പോവുകയാണ്. അഖുംന നംഷി സലാസത അയ്യാമിൻ ഫിൽ ബരിയ സുമ്മ ദഖൽന ഖറിയതൻ ഫൈദ നഹ്നു ബിഅജൂസിൻ നംയാ. അനന്തരം 3 ദിവസം ഞങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു. അത് കഴിഞ്ഞ് ഒരു ഗ്രാമത്തിൽ ഞങ്ങളെത്തി. അവിടെ വഴിയിൽ അന്ധയായ ഒരു കിഴവി നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫമറർന അലിഹ ഫസഅലത്തിന അഫീക്കും ഫുലാനുൽ കുർദി. ആ കിഴവിയുടെ അടുത്തുകൂടെ ഞങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളിൽ കുർദ് വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുർദ് വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട്. ഫഅഖ്റജത്ത് സിയാബൻ വഖാലത്ത് മാത്ത വലദി വഖല്ലഫ ഹാദി സിയാബ. അപ്പോൾ അവർ കുറച്ച് വസ്ത്രങ്ങൾ എടുത്ത് തന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചു, അവൻ്റെ വസ്ത്രങ്ങളാണിത്. ആ മകൻ ഒരു സൂഫിയായ വ്യക്തിയായിരുന്നു. മകൻ മരിച്ചപ്പോൾ മകൻ്റെ വസ്ത്രങ്ങൾ ആർക്കെങ്കിലും നല്ല വ്യക്തികൾക്ക് കൊടുക്കണമെന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചിരുന്നു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാമി സലാസ ലയാലിൻ യഖൂലു ലി യാതി ഹാദി സിയാബ ഫുലാനുൽ കുർദി. ആ സ്ത്രീ പറയുന്നു, അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ മകൻ്റെ വസ്ത്രം കുർദ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതുവഴി വരും, അയാൾക്ക് കൊടുക്കുക എന്ന്. അന്ന് മുതൽ 3 രാത്രികളിൽ തുടർച്ചയായി ഞാൻ റസൂലുള്ളാഹിയെ കാണുകയുണ്ടായി. ആ 3 രാത്രികളിലും എന്നോട് മകൻ്റെ വസ്ത്രം കുർദി അവന് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. ഖാല ഫഅഖദതുഹ വഖ്തസൈതു ബിഹാ അന വഅസ്ഹാബി. ആ യുവാവ് പറയുന്നു, അങ്ങനെ ഞാൻ ആ വസ്ത്രം വാങ്ങി ഞങ്ങൾ മക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് ഇഹ്റാമിൽ നിന്ന് തഹ്ലീലായതിനു ശേഷം ഞങ്ങൾ ആ വസ്ത്രം ധരിക്കുകയുണ്ടായി. കൊള്ളയടിക്കുന്ന സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങിയ ആ യുവാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തേൽപ്പിച്ച വസ്ത്രങ്ങൾ അതവരുടെ തൗബ സ്വീകരിക്കുകയും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു. ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവരെ അള്ളാഹു സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കും ഇഖ്ലാസോടുകൂടെ യഥാർത്ഥ തൗബ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.